ഒക്കത്തില്ലേ? അതെന്താ ശ്രീ പണിക്കർ ഹൈക്കോടതി വിധി പറഞ്ഞ ഒക്കത്തില്ലേ? ഹൈക്കോടതി വിധി നിങ്ങൾക്കും എനിക്കും ഒരു ലാൻഡാണ്. അല്ലാതെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ശരീരത്ത് നിയമം അല്ല. ഒന്നും ഞാൻ ഓർക്കുന്നു, ഇങ്ങനെ ഹിജാബിന്റെ പേരിലാണ് രണ്ട് പെൺകുട്ടികളാണ് അന്ന് കോടതിയെ സമീപിച്ചത് ഹിജാബ് ധരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അത് കോടതി അംഗീകരിച്ചിരുന്നില്ല, കേരള ഹൈക്കോടതി. അപ്പോൾ ആ വിധി നിലനിൽക്കുമ്പോൾ ഇവിടെ ഹിജാബിന് വേണ്ടി സ്കൂളിൽ വാശി പിടിച്ചത് അതെന്തായാലും നിയമവിരുദ്ധമായ ഒരു കാര്യമാണല്ലോ. നിശ്ചയമായും ശ്രീ മഞ്ജുഷ്, ഇതിൽ പ്രധാനമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീയും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കാണിക്കാനല്ല, മറിച്ച് വ്യത്യാസമില്ല എന്ന് കാണിക്കാനാണ് യൂണിഫോം ഉണ്ടാക്കുന്നത്. സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിഫോം ധരിക്കുന്ന സമയത്ത് അതിന് പുറത്തേക്കുള്ള ഏതെങ്കിലും മതത്തിനെ കാണിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു വസ്ത്രധാരണ രീതി അതിൽ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണം? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? രണ്ടാമത്തേത്, ഈ സ്കൂൾ വിദ്യാഭ്യാസം എന്നത് പൂർണ്ണമായിട്ടും ഒരു സെക്കുലർ ഫംഗ്ഷനാണ്. കാരണം സ്കൂളുകളിൽ നൽകുന്നത് മതവിദ്യാഭ്യാസമല്ല, മതേതര വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ല, മതപരമല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അതാണ് മതേതരം. എന്താ ശരിയല്ലേ? ഉദാഹരണത്തിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ 3ാമത്തെ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ, പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ആരാണെങ്കിലും അവരെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് അവരുടെ സ്കൂൾ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള ഡെസിഗ്നേറ്റഡ് യൂണിഫോം ധരിച്ചാണ് എന്ന് ഉറപ്പുവരുത്തണം എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു മതവസ്ത്രത്തിനെ അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ള ധാരണയോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ്. അത് കോടതി വിധികളുടെ ലംഘനമാണ്. അതും ശരിയാ. ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ആ സ്കൂളിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷന്റെ വിരുദ്ധമാണ്. അത് വിദ്യാർത്ഥി മാത്രമല്ല, വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവ് കൂടി അതിൽ ആ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ തന്നെ എക്സ്പ്രസ് ആയിട്ട് ഒരു കാര്യത്തിൽ കൺസെന്റ് കൊടുത്തിട്ട് ആ കൺസെന്റിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ചട്ടവിരുദ്ധമായി കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ. രണ്ട്, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് മതവസ്ത്രം ധരിക്കാനുള്ള മൗലികാവകാശം വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് എല്ലാവർക്കും ഇല്ലേ എന്ന്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ ഒരു തൊഴിലിടത്തിലോ ഒരു തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള നിറത്തിലും അതിന്റെ ഡിസൈനിലും പാറ്റേണിലും എല്ലാമുള്ള യൂണിഫോം നിഷ്കർഷിക്കുന്നതിനുള്ള അവകാശത്തിന് മുകളിലല്ല എന്ന് സ്ഥാപിക്കുന്ന സുപ്രീം കോടതി വിധികൾ അനേകമുണ്ട്. ആരോട് ചോദിച്ചിട്ട് എനിക്ക് സമ്മതമല്ല. ഭരണഘടനയെ അനുശാസിക്കുന്ന അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്കൂള്, ഈ പറയപ്പെടുന്ന സെന്റ് സ്കൂള് എന്തെങ്കിലും എഴുതി വെച്ചാൽ അതനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യതയില്ല. അത് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടി ഞാനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി പറയുന്നു. ഇവിടെ സംസാരിച്ച ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഒരു സ്കൂളിലെ ഒരു യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം അംഗീകരിക്കാൻ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ. ആ പറയുന്ന ഹെഡ് മിസ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കന്യാസ്ത്രീയാണ്. ആ കന്യാസ്ത്രീ ആയിട്ടുള്ള ആ ഹെഡ് മിസ്സസ് അവരുടെ മതത്തിന്റെ ശാസ്ത്രങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള വേഷം ധരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ ഈ മതത്തിന്റെ ശാസന അനുസരിച്ച് കൊണ്ടുള്ള ഈ ശിരോവസ്ത്രം ഞാൻ ധരിക്കും, പക്ഷെ നീ അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അദ്ദേഹം ക്രോസ് ടോക്ക് ആണ്. അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ മറുപടി പറയട്ടെ. നോക്കൂ, അദ്ദേഹം ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ തുറന്നു പറയാം. പ്രധാനപ്പെട്ട 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് മതസ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സ്കൂളുകളിൽ ഉൾപ്പെടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുവെന്നാണ്. അങ്ങനെ ഇല്ല. എല്ലാ ഇടങ്ങളിലും നമുക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കണം. സ്കൂളുകളിൽ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ അനുവാദം നൽകിയിട്ടുണ്ട്. യൂണിഫോം ഏതാണോ അത് നിഷ്കർഷിക്കാം. അതിന്റെ നിറം എല്ലാം അത് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറമെ ആ വസ്ത്രത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് യൂണിഫോമിന്റെ വയലേഷൻ ആണ്. ഒന്നാമത്തെ കാര്യം. 2, ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർക്കുന്ന സമയത്ത് അവിടെയുള്ള രക്ഷകർത്താവിന് കൃത്യമായിട്ട് അറിയാം ഈ സ്കൂളിലുള്ള യൂണിഫോം എന്താണ് എന്ന്. അതുകൊണ്ട് തന്നെ ആ യൂണിഫോം എന്റെ കുട്ടി കംപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനുവലിൽ 2 ഇടങ്ങളിലായി പ്രത്യേകം പറയുന്ന കാര്യത്തിൽ ഒപ്പിട്ടുകൊടുത്ത് എക്സ്പ്രസ് പെർമിഷനോട് കൂടിയിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് അത് പറ്റില്ല, എനിക്ക് എന്റെ ഇഷ്ടത്തിൽ മാത്രമേ കുട്ടിയെ വിടാൻ പറ്റൂ എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കന്യാസ്ത്രീ അവരുടെ മതപരമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്, ഹെഡ് മിസ്ട്രസ് അത് തന്നെയാണ് ധരിക്കുന്നത്, അവർക്കാകാം കുട്ടിക്കാവില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ യൂണിഫോം എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ കുട്ടികൾക്കാണ് യൂണിഫോം, അല്ലാതെ ഇവിടെ പഠിപ്പിക്കുന്ന ആൾക്കാർക്കല്ല. അതായത് താങ്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ മൈനോറിറ്റീസിന് വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിനനുസരിച്ചാണ് നമ്മുടെ നാട്ടിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെ സ്കൂൾ നടത്തുന്നത്. അങ്ങനെ സ്കൂൾ നടത്തുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമില്ല.
അതുകൊണ്ട് തന്നെ ഒരു ഹെഡ് മിസ്ട്രസിന് അവരുടെ മതവസ്ത്രമോ അവരുടെ ശിരോവസ്ത്രമോ ധരിക്കാം, ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് ധരിക്കാം. പക്ഷെ എന്ന് കരുതി അതേപോലെ അല്ല അവിടെ വരുന്ന ആൾക്കാർക്ക്. ഇതൊക്കെ പഠിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഡ്രസ് കോഡ് ആർക്കാണോ ആപ്ലിക്കബിൾ അവരാണത് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു കേസിൽ പ്രതിയായിട്ട് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി അവിടെ ഹാജരാകുന്ന അഭിഭാഷകന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അഭിഭാഷകന് ധരിച്ചേ മതിയാകും. നിങ്ങളൊരു പരാതി പറയാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം. പക്ഷെ അവിടെ നിങ്ങളുടെ ഈ പരാതി കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരു വസ്ത്രം ധരിച്ചേ പറ്റൂ. ഇത്രയും ലളിതമായിട്ട് പറഞ്ഞുതരാൻ കഴിയും. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഈ യൂണിഫോം എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആർക്കാണോ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ആ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ആൾക്കാർ ഇത് ചെയ്യണം. അതല്ലാതെ അതിന് ഈ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപിക ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രത്തെയും പഠിക്കാൻ വരുന്ന കുട്ടി ധരിച്ചിരിക്കുന്ന ഹിജാബിനെയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള തത്വം അറിയില്ല എന്നുള്ളതാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അങ്ങനെ നോക്കിയാൽ ഇത് നടക്കില്ല. ഇതേ കാര്യം കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ ഇത് കൊണ്ടുപോകാം. ഹിജാബ് ഇട്ടുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ പോകാം, ഹിജാബ് ഇട്ടുകൊണ്ട് നമുക്ക് പൊതു നിരത്തുകളിൽ പോകാം, ഹിജാബ് ഇട്ടുകൊണ്ട് നമുക്ക് ആരാധനാലയങ്ങളിൽ പോകാം, മാളുകളിൽ പോകാം, ഷോപ്പിംഗ് മാളുകളിൽ പോകാം എന്ന് പറഞ്ഞ് ആ കുട്ടി അതേപോലെ തന്നെ അതേ വസ്ത്രം തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്, അതേ കളറാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ഹിജാബ് നിരോധിക്കപ്പെട്ടിരിക്കുന്ന അത് യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കഴിയുമോ? കഴിയില്ല. ഈ ചർച്ചയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ന്യൂസ് 18 ചാനൽ വിളിച്ചിട്ടുള്ള ഈ ചർച്ചയിൽ ഈ 3 പ്രതിനിധികളും സംസാരിക്കുന്നത് ഈ ഹിജാബിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംസാരം. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഹിജാബിന് വിരുദ്ധമെന്ന് പറയില്ലേ? ഹിജാബിന് വിരുദ്ധമായിട്ട് ആരും സംസാരിക്കുന്നില്ല. ഹിജാബ് ധരിക്കുന്നത് തെറ്റാണെന്നോ അല്ലല്ല, അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല കേട്ടോ. ഹിജാബിന് വിരുദ്ധമായിട്ട് നീ ഇവിടെ വർഗീയതകൾ ഉണ്ടാക്കാൻ നടക്കണോ? രാജ്യത്തെ ഭരണഘടന രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ഈ രാജ്യത്തെ മനുഷ്യർക്ക് അവരെന്ത് കഴിക്കണം, അവരെന്ത് ധരിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിൽ പോകുമ്പോൾ ഹിജാബ് ധരിക്കാം. അത് കലാലയങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മൊത്തം മറക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് അവരുടെ വിശ്വാസം. അവരുടെ മുടിയും അവരുടെ തലയും. ഞാൻ ഈ ചർച്ചയിലേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിച്ചില്ല. കാരണം ഇത്തരത്തിലുള്ള ചർച്ചകളുടെ അജണ്ട എന്താണ് എന്ന് വളരെ കൃത്യമായ രീതിയിൽ ബോധ്യമുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുക എന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത്തരത്തിൽ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും അങ്ങനെ തല്ലിക്കൊല്ലുക എന്നുള്ള കുറെ നാളുകളായിട്ടുള്ള ഒരു മാറ്റവും ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു കന്യാസ്ത്രീ യൂണിഫോം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കന്യാസ്ത്രീയുടെ അതേ വസ്ത്രത്തിൽ തന്നെ പോകുന്നു എന്നുള്ളത്. ഇവിടെയാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്താണ് ഇതുവരെ അംഗീകരിച്ചിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് സിഖുകാരിൽ മതവിശ്വാസമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് ടർബൻ ധരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിഖുകാർ പോലീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും അവരുടെ ക്യാപ്പ് ധരിക്കുന്നതിന് പകരം അതേ നിറത്തിലുള്ള ടർബൻ ധരിക്കുന്നതിന് അവർക്ക് അനുമതിയുണ്ട്. പക്ഷേ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിന്റെ അവസ്ഥ, അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു. ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല. പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ മഹല്ല് കമ്മിറ്റിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും. ഇസ്ലാമിലുള്ളത് 5 കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത. അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും, അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അതൊന്ന്. 2, 5 നേരം അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ERP. മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവർ നൊയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ERP. 4, ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണമെന്നുള്ള സക്കാത്താണ് 4-ാമത്തേത്. 5-ാമത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്. ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായെന്ന് വിശാലമായിട്ടുള്ള ഒരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തു. പക്ഷെ ആ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്ല് ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്ല് ഫെഡറേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഒരാളിന് അറിയേണ്ടതാണ്. എന്നിട്ടും അത് അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇംഗിതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയും. ഇത് ഒക്ടോബർ പകുതിയായി. ഈ സമയത്താണ് ഹിജാബ് ഒരു പ്രശ്നമായി വരുന്നത്. ഇതിലെ വെറുപ്പ് പ്രചരിപ്പിക്കാനുള്ള വലിയ സംഘടിതമായ വലിയ ശ്രമങ്ങൾ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. SDPI ഈ വിഷയത്തിൽ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസം വരുന്നില്ലല്ലേ? ഹിജാബുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഇത് ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ഈ രാജ്യത്ത് നിലവിലുള്ള ഇസ്ലാമോഫോബിയെ വലിയ തോതിൽ വളർത്താൻ ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അധികാരികളുടെ വലിയ പ്രശംസ പിടിച്ചു പറ്റാനും ഒക്കെയുള്ള നാട്ടിൽ കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ക്രിസ്ത്യൻ മുസ്ലിം വൈരത്തിലൂടെ അധികാരം പിടിക്കാനുള്ള ചില ആളുകളുടെ വളരെ ആസൂത്രിതമായ ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പറഞ്ഞോട്ടെ, പ്രദേശത്ത് ഈ സ്കൂളുമായിട്ട് 100 മീറ്റർ 150 മീറ്റർ അടുത്ത് താമസിക്കുന്ന ആളാണ്. ഇവിടുത്തെ SDPIയുടെ
ഈ മറ്റേ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ആളുകളെയൊക്കെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. എന്നിരുന്നാൽ ഈ ബ്രാഞ്ച് കമ്മിറ്റിന് അപ്പുറത്തുനിന്ന് ഈ പറയുന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വരണമെങ്കിൽ കൃത്യമായിട്ട് SCPയുടെ ഇടപെടലുണ്ട്. താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. താങ്കൾ നേരത്തെ ചോദിച്ചിരുന്നു ജൂൺ മുതൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ എങ്ങനെ പ്രശ്നമുണ്ടായി എന്ന്. അവിടെ പ്രശ്നമുണ്ടാക്കിയത് SDPയുടെ ഇടപെടലിന് ശേഷമാണ്. അതോടുകൂടി സ്കൂൾ മാനേജ്മെന്റ് ഭീതിയിലായി 2 ദിവസം സ്കൂൾ പൂട്ടിയിടേണ്ടി വരികയാണ്. ഇന്ന് എന്തോ ഗൂഢാലോചന ഉണ്ട്. ഈ വിഷയത്തിൽ ഇടപെട്ടതോടുകൂടിയാണ് ഈ വിഷയം ഇങ്ങനെ തർക്കത്തിലേക്ക് വന്നതും സ്കൂൾ പൂട്ടിയിടേണ്ടി വന്നതും. ശ്രീജിത്ത് എതിർപ്പുണ്ടോ കാര്യത്തിൽ? ഇല്ല, നോക്കൂ, ഇതില് ഈ അറിയാം. അപ്പോൾ അവിടെ അധ്യയന വർഷം തുടങ്ങി ഇതുവരെയും ഈ കുട്ടിക്ക് അവിടെ നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന സ്കൂൾ യൂണിഫോം അനുസരിച്ച്, അതായത് ഹിജാബ് ഇല്ലാതെ അവിടെ വരുന്നതിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് പൊടുന്നനെ 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു മതപരമായിട്ടുള്ള അനിവാര്യതയായി മാറുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, ബോധോദയം അങ്ങനെ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? പിന്നെ നീ ഹരിചന്ദ്രനല്ലേ? എന്താ അപ്പോൾ ഇത് മതപരമായിട്ടുള്ള അനിവാര്യതയായിരുന്നെങ്കിൽ ഒരു 1ാമത്തെ ദിവസം മുതൽ തന്നെ അത് അനുവർത്തിക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. 4 മാസം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ബാഹ്യപ്രേരണ ഉണ്ട് എന്ന് സംശയിക്കാം. കാരണം ഇതേ ബാഹ്യപ്രേരണ തന്നെ മറ്റേ ഉടുപ്പിയിലുണ്ടായിരുന്ന കേസിലും സംശയിക്കപ്പെട്ടതാണ്. ഈ പല കാര്യങ്ങളും പറയുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോയിട്ട് മുസ്ലിങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. കേരളത്തിലെ സ്കൂൾ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ആരാണ് പ്രഷർ ചെയ്തത്? മദ്രസയുടെ സമയത്തിനെ ബാധിക്കുമെന്ന്. കേരളത്തിൽ ഇതേപോലെ സർക്കാർ സൂംബ ഡാൻസ് കൊണ്ടുവന്നിരുന്ന സമയത്ത് ആര് എന്ത് കാരണത്താലാണ് അത് പറഞ്ഞിരുന്നത്? അപ്പൊ നിങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഈ നാട്ടിലുള്ള നിയമത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിയമങ്ങൾ കേവലമല്ല, നിങ്ങൾക്കുള്ള അവകാശങ്ങൾ കേവലമല്ല, അതിന് നിയന്ത്രണങ്ങളുണ്ട്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് റൈറ്റ് ഉണ്ട്. 2, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്ന രീതിയിൽ കോടതി പറയുന്നത് വ്യക്തികൾക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്, ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിനും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് യൂണിഫോം ഇമ്പോസ് ചെയ്യുന്നത്. അതിനെ എതിർക്കാൻ പറ്റില്ല. 3ാമത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്ന കാര്യം, അദ്ദേഹം പറഞ്ഞല്ലോ ഞാനൊരു ഇസ്ലാമിക പണ്ഡിതനെ പോലെ പറയുന്നു എന്നൊക്കെ. അത് ഞാനല്ല സാർ പറഞ്ഞിരിക്കുന്നത്. 7 കൊല്ലം മുമ്പ് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പൂർണ്ണമായും കൈമറയുന്ന രീതിയിലേക്കുള്ള ഫുൾ സ്ലീവ് വസ്ത്രങ്ങൾ ധരിക്കുകയോ തല മൂടുന്ന രീതിയിലേക്കുള്ള ഹിജാബ് ധരിക്കുകയോ ചെയ്യുന്നത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല, ഇസ്ലാം മതത്തിന്റേതെന്ന് കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത്. അല്ല ഞാൻ പോയി എഴുതി കൊടുത്തൊന്നുമല്ല. TC-യുമായി ബന്ധപ്പെട്ടിട്ട് എഴുതി കൊടുത്തിട്ടുള്ള വാക്കുകൾ, ആ കുട്ടിക്ക് ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിക്കാത്ത നിലയിൽ TC കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എങ്ങോട്ടാണ് ഈ ക്രൈസ്തവത പോകുന്നത് എന്ന് ഞാൻ ഇടപെടലാണ് ഈ കാര്യത്തില്. ഈ ഇദ്ദേഹം വെറും ശുദ്ധ നുണ വിളിച്ച് പറയുമ്പോൾ, ഈ ദൽസാക്ഷിയായിട്ടുള്ള PTA പ്രസിഡന്റായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശുദ്ധ നുണ വിളിച്ച് പറയരുത്. നിങ്ങളുടെ ഈ പറയുന്ന വന്ന വൈസ് പ്രസിഡന്റ് നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ ഫുട്ടേജ് ഉണ്ട്. ഞങ്ങളുടെ സ്കൂള് കൃത്യമായിട്ട് CCTV കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന സ്കൂളാണ്. ഈ CCTV-യുടെ പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ശരിയാണ്. നിങ്ങൾ വളച്ചൊടിക്കുമ്പോ CCTV KKTV അല്ലോ, KKTV എന്നല്ല CCTV പണി പിന്നെയും പാളി. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ബൈൻഡിംഗ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താ ശ്രീ പണിക്കർ ഹൈക്കോടതി വിധി പറഞ്ഞ ഒക്കത്തില്ലേ? അതെന്താ ശ്രീ പണിക്കർ ഹൈക്കോടതി വിധി പറഞ്ഞ ഒക്കത്തില്ലേ? ഹൈക്കോടതി വിധി നിങ്ങൾക്കും എനിക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഈ ലോ ഓഫ് ദ ലാൻഡ് ആണ്. കോടതിയുടെ വിധി വന്ന് 7 കൊല്ലം കഴിഞ്ഞ് ഫൈനാലിറ്റി വന്നു കഴിഞ്ഞാൽ അത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. അല്ലാതെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ശരീഅത്ത് നിയമം അല്ല. എല്ലാവർക്കും